ചുറ്റും കുന്നിൻ ചെരിവുകൾ, എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പണിഞ്ഞ കാപ്പിത്തോട്ടങ്ങൾ. ഇതാണ് കർണാടകയുടെ സ്വന്തം ചിക്കമംഗളൂരു. മലയാളികൾക്ക് വയനാട് എങ്ങനെയോ അതുപോലെ തന്നെയാണ് കർണാടകക്കാർക്ക് ചിക്കമംഗളൂരു. പക്ഷേ ഓഗസ്റ്റ് മാസത്തിൽ ഇവിടെ സന്ദർശിക്കുമ്പോൾ ലഭിക്കുന്ന അനുഭവം തികച്ചും വ്യത്യസ്തമാണ്. യുവതിയായ നാട് എന്നാണ് ചിക്കമംഗളൂരു എന്ന വാക്കിനർത്ഥം. ആ പേരിനെ അന്വർത്ഥമാക്കുന്ന ഭംഗിയാണ് മഴക്കാലത്ത് ഈ മലനിരകൾക്ക്. ബംഗളൂരുവിൽ നിന്നോ മംഗളൂരുവിൽ നിന്നോ റോഡ് മാർഗം ഇവിടേക്ക് വരുന്നത് തന്നെ ഒരു വലിയ അനുഭവമാണ്. ഓഗസ്റ്റ് മാസം ആയതുകൊണ്ട് റോഡിൽ പലയിടത്തും ചെറിയ വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടാകും. ഹൈവേയിൽ നിന്ന് മാറി ഹിൽ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ താപനില പെട്ടെന്ന് കുറയുന്നത് നമുക്ക് അനുഭവപ്പെടും. കാപ്പിപ്പൂക്കളുടെയും നനഞ്ഞ മണ്ണിൻ്റെയും ഗന്ധം കലർന്ന കാറ്റ്. സത്യം പറഞ്ഞാൽ ഈ വഴിയിലൂടെയുള്ള യാത്ര തീരരുതേ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. നമ്മൾ ആദ്യം പോകുന്നത് സീതാളയനഗിരിയിലേക്കാണ്. മുല്ലയനഗിരിയിലേക്കുള്ള വഴിയിലുള്ള ഈ പടികക്ഷേത്രം വളരെ ശാന്തമായ ഒരിടമാണ്. അവിടെ നിന്ന് അല്പം കൂടി മുകളിലേക്ക് പോയാൽ മുല്ലയനഗിരിയായി. പടികൾ കയറുമ്പോൾ ശ്വാസം മുട്ടുമെങ്കിലും മുകളിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച എല്ലാ ക്ഷീണവും മാറ്റും. മേഘങ്ങൾ നമ്മുടെ അരികിലൂടെ ഒഴുകി നടക്കുന്നത് കാണാം. ചിലപ്പോൾ നമ്മൾ മേഘങ്ങൾക്ക് മുകളിലാണോ എന്ന് പോലും തോന്നിപ്പോകും. ഓഗസ്റ്റിലെ കാറ്റിന് നല്ല ശക്തിയുള്ളതുകൊണ്ട് ഫോണും ക്യാമറയുമൊക്കെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ഇന്ത്യയിൽ ആദ്യമായി കാപ്പിക്കൃഷി തുടങ്ങുന്നത് ഇവിടെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ബാബ ബുദ്ധൻഗിരി എന്ന സൂഫി വര്യൻ യമനിൽ നിന്ന് കൊണ്ടുവന്ന 7 കാപ്പി വിത്തുകളാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ വലിയ കാപ്പിത്തോട്ടങ്ങളുടെ തുടക്കം. ബാബ ബുദ്ധൻഗിരിയിലെ ഗുഹകളും അവിടുത്തെ വ്യൂ പോയിന്റുകളും ഒരു പ്രത്യേക ഫീലാണ്. ഇവിടുത്തെ മലനിരകളുടെ ആകൃതി ഒരു ചന്ദ്രക്കല പോലെയാണ്. അതുകൊണ്ട് ഇതിനെ ചന്ദ്രദ്രോണ പർവ്വത നിരകൾ എന്നും വിളിക്കാറുണ്ട്. യാത്രയിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഇവിടുത്തെ ഭക്ഷണം. കടുപ്പമേറിയ ഒരു ഫിൽറ്റർ കോഫി കുടിക്കാതെ ചിക്കമംഗളൂരു യാത്ര പൂർണ്ണമാകില്ല. മലനാട് സ്പെഷ്യൽ വിഭവങ്ങളായ അക്കി റൊട്ടി, നീർദോശ എന്നിവ മഴയത്ത് കഴിക്കാൻ പ്രത്യേക രുചിയാണ്. രാത്രിയിൽ ഒരു ഹോം സ്റ്റേയിൽ താമസിച്ച് പുറത്ത് പെയ്യുന്ന മഴയും ആസ്വദിച്ചിരിക്കുന്നത് മനസ്സിന് തരുന്ന സമാധാനം ചെറുതല്ല. തിരികെ പോരുമ്പോൾ മനസ്സ് നിറയെ ആ മഞ്ഞും മഴയും മാത്രമായിരിക്കും. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക്, തിരക്കുകളിൽ നിന്ന് ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നവർക്ക് ചിക്കമംഗളൂരു ഒരു മികച്ച ഇടമാണ്. ഓഗസ്റ്റിലെ ആ യാത്ര എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച യാത്രകളിലൊന്നായിരുന്നു. നിങ്ങളും ഈ വഴിയെ ഒരിക്കൽ വരണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ചിക്കമംഗളൂരു സന്ദർശിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പലരും ചിക്കമംഗളൂരുവിൽ വരുമ്പോൾ വിട്ടുപോകുന്ന ഒരിടമാണ് അയ്യനക്കരി. പർവ്വതനിരകളുടെ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകം കർണാടകയിൽ 2ാമത്തെ വലിയ തടാകമാണ്. ഓഗസ്റ്റ് മാസത്തിലെ മഴക്കാലത്ത് തടാകം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. വലിയ തിരക്കുകളില്ലാത്ത ഒരിടം വേണമെന്നാഗ്രഹിക്കുന്നവർക്ക് ഇവിടേക്ക് വരാം. അവിടുത്തെ ശാന്തതയും തടാകങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന കുന്നുകളും ഒരു പെയിൻറിംഗ് പോലെ തോന്നും. ചിക്കമംഗളൂരിൽ വന്നാൽ ഒരു കാപ്പിത്തോട്ടത്തിലൂടെ നടക്കാതെ പോകരുത്. മിക്ക ഹോം സ്റ്റേകളും ഇത്തരത്തിലുള്ള പ്ലാന്റേഷൻ വാക്ക് സൗകര്യങ്ങളുണ്ട്. ഓഗസ്റ്റിൽ കാപ്പിച്ചെടികളുടെ ഇടയിലൂടെ നടക്കുമ്പോൾ ഇലകളിൽ നിന്ന് മഴത്തുള്ളികൾ നമ്മുടെ മേൽ വീഴുന്നത് ഒരു പ്രത്യേക സുഖമാണ്. ചിക്കമംഗളൂരിൽ പ്രധാനമായും അറബിക്ക, റോബസ്റ്റ എന്നിങ്ങനെ 2 തരം കാപ്പികളാണ് വളരുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഗൈഡുകളും അവിടെ ഉണ്ടാകും. ചിക്കമംഗളൂരു ടൗണും ഒരു പ്രത്യേക വൈബുള്ള സ്ഥലമാണ്. വൈകുന്നേരങ്ങളിൽ ടൗണിലെ ചെറിയ കടകളിൽ നിന്ന് ചൂട് ബജ്ജിയും കാപ്പിയും കഴിക്കുന്നത് ഒരു നിർബന്ധമുള്ള കാര്യമാണ്. മഴയുള്ള ഒരു വൈകുന്നേരം ആ ചൂട് സ്നാക്സിനൊപ്പം ആസ്വദിക്കുന്നത് ഒരു സിനിമാറ്റിക് അനുഭവമായിരിക്കും. ചിക്കമംഗളൂരിൽ നിന്ന് ഏകദേശം 38 കിലോമീറ്റർ മാറിയാൽ ഭദ്ര ഡാമും വന്യജീവി സങ്കേതവും സ്ഥിതി ചെയ്യുന്നു. ഓഗസ്റ്റിൽ ഇവിടം സന്ദർശിക്കുമ്പോൾ വനത്തിൽ കടുത്ത പച്ച നിറമായിരിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ ആനകളെയും മാനുകളെയും നമുക്ക് കാണാൻ സാധിക്കും. ഭദ്ര റിസർവോയറിലെ നീല നിറത്തിലുള്ള വെള്ളവും അതിന് ചുറ്റുമുള്ള കുന്നുകളും ചേർന്ന ഒരു മനോഹരമായ ലാൻഡ്സ്കേപ്പ് തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. സഫാരിക്ക് താല്പര്യമുള്ളവർക്ക് ഇവിടെ ഒരു മികച്ച ചോയ്സാണ്. സിനിമകളിൽ മാത്രം കണ്ടുപരിചയമുള്ള മനോഹരമായ പുൽമേടുകൾ ചിക്കമംഗളൂരുവിൽ
മറ്റൊരു പ്രത്യേകതയാണ്. ഓഗസ്റ്റ് മാസത്തിൽ ഈ പുൽമേടുകൾക്കിടയിലൂടെ കാറ്റ് വരുമ്പോൾ അതൊരു പച്ചക്കടൽ ഇളകുന്നത് പോലെ തോന്നും. ഫോട്ടോകളെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഇതാണ്. ഇതിനെ ബാബ ബുഡൻഗിരി ഹിൽസ് റേഞ്ച് എന്നും വിളിക്കാറുണ്ട്. യാത്രികർക്കുള്ള ചില പ്രത്യേക നിർദ്ദേശങ്ങൾ പറയാം. ഓഗസ്റ്റ് മാസത്തിൽ ചിക്കമംഗ്ലൂർ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മഴക്കാലമായതുകൊണ്ട് കാപ്പിത്തോട്ടങ്ങളിലും വെള്ളച്ചാട്ടങ്ങളിലും അട്ടകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കയ്യിൽ കുറച്ച് ഉപ്പ് കരുതുന്നത് നന്നായി. മഞ്ഞും മഴയും ഉള്ളതുകൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധ വേണം. ചിലയിടത്ത് റോഡുകൾ ഇടുങ്ങിയതാണ്. കയ്യിൽ ഒരു റെയിൻകോട്ടും നല്ലൊരു ജാക്കറ്റും കരുതാൻ മറക്കരുത്. കാരണം എപ്പോഴാണ് മഴ പെയ്യുക എന്നത് പറയാൻ കഴിയില്ല. ഈ യാത്രയിലൂടെ എനിക്ക് മനസ്സിലായത് പ്രകൃതിയുടെ മാറ്റങ്ങളെ നമ്മൾ എത്രത്തോളം ആസ്വദിക്കുന്നുവോ അത്രത്തോളം ആനന്ദം നമുക്ക് ലഭിക്കുമെന്നാണ്. മുല്ലയനഗിരിയിലെ മഞ്ഞും ജാലി വെള്ളച്ചാട്ടത്തിലെ തണുത്ത വെള്ളവും പ്ലാന്റേഷനിലെ കാപ്പിയുടെ മണവുമെല്ലാം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. നിങ്ങളെപ്പോഴാണ് ചിക്കമംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ ചിക്കമംഗ്ലൂർ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു ലൊക്കേഷനിൽ വെച്ച് കാണുന്നത് വരെ ഹാപ്പി ട്രാവലിംഗ്. നിങ്ങളോട് ഇനിയും ഒരുപാട് കഥകൾ പറയാനുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.